ഹായ്, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഓട്ടോമൊബൈൽസ് കഴിഞ്ഞ ക്ലാസ്സിലെ ഓട്ടോമൊബൈൽസിൻ്റെ ഭാഗങ്ങളൊക്കെ പറഞ്ഞു. ഈ ഭാഗങ്ങളൊക്കെ പറഞ്ഞാണ് അതിൻ്റെ പ്രവർത്തനമാണ് പറയാനുള്ളത്. ഓട്ടോമൊബൈൽസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അതിൻ്റെ പ്രവർത്തനമാണ് പറയുന്നത്. എങ്ങനെയാണ് ഓട്ടോമൊബൈൽസ് പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇത് കമ്പസറും അതിൻ്റെ പുള്ളി എൻജിൻ പുള്ളിയായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പം വാഹനത്തിൻ്റെ എൻജിൻ്റെ മുകളിൽ നിന്ന് ബെൽറ്റ് ഇട്ടാണ് എന്ത് ചെയ്യുക, കമ്പസർ വർക്ക് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. വാഹനത്തിൻ്റെ എൻജിൻ എപ്പോൾ സ്റ്റാർട്ടാവുന്നോ അതിൻ്റെ എൻജിൻ പുള്ളി എന്താവും, തിരിഞ്ഞുകൊണ്ട് വെക്കും അല്ലേ. അതിൻ്റെ മുകളിൽ നിന്ന് ഈ കമ്പസറിൻ്റെ ഷാഫ്റ്റ് ഉണ്ട്, കമ്പസർ ഷാഫ്റ്റ് ഇതാ. കമ്പസർ ഷാഫ്റ്റിൻ്റെ പുള്ളിയും ഫുൾ ടൈം എന്താവും, തിരിഞ്ഞുകൊണ്ട് വെക്കും. അപ്പോൾ എൻജിൻ ഓണാകുമ്പോൾ കമ്പസറിൻ്റെ പുള്ളി എന്താവും, തിരിഞ്ഞുകൊണ്ട് വെക്കും. അപ്പോൾ നമ്മൾ സാധാരണ നിലയ്ക്ക് എന്ത് വിചാരിക്കും, വണ്ടി ഓണായ എ സി എന്തായി, എ സിൻ്റെ പുള്ളി ഈ കമ്പസർ പുള്ളി ഫുൾ ടൈം ബെൽറ്റിൽ ഇങ്ങനെ തിരിഞ്ഞുകൊടുക്കുക. ഇതൊന്നും ബെൽറ്റിട്ടാണ്, ബെൽറ്റ് എത്തി. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എ സി എന്താവും, പ്രവർത്തിക്കുന്നതായിരിക്കും. പക്ഷെ അപ്പോൾ എ സി എന്താവില്ല, പ്രവർത്തിക്കുന്നില്ല. ആ കമ്പസറിൻ്റെ മുകളിലുള്ള ഷാഫ്റ്റിൻ്റെ മുകളിലുള്ള പുള്ളി, ഈ ഷാഫ്റ്റിൻ്റെ മുകളിൽ ഒരു ബെയറിങ്ങിലാണ് ഈ പുള്ളി തിരിയുന്നത് ഫുൾ ടൈം. ഈ ഷാഫ്റ്റിൻ്റെ മുകളിലുള്ള ഒരു ബെയറിങ്ങിലാണ് ഈ കമ്പസർ പുള്ളി എന്താണ്, എൻജിൻ പുള്ളിയായിട്ട് ഫുൾ ടൈം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കമ്പസറിൻ്റെ ഷാഫ്റ്റ് തിരിയുന്നില്ല. കമ്പസർ ഷാഫ്റ്റിൻ്റെ മുകളിലുള്ള ബെയറിങ്ങിലാണെന്ത്, ഈ പുള്ളി തിരിയുന്നത് ഫുൾ ടൈം. മനസ്സിലായോ? ഈ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പുള്ളീൻ്റെ ഉള്ളിൽ ഈ ഷാഫ്റ്റിൻ്റെ പുറത്ത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് കോയിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് കോയിൽ? ഒരു വൈൻഡിങ്, ഒരു റൗണ്ടിലുള്ള ഊരിയിരിക്കുന്ന ഒരു കട്ട പുറത്ത് ഈ വീതിയിൽ റൗണ്ടിലായിട്ട് ഈ ഷാഫ്റ്റിൻ്റെ പുറത്ത് ഈ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പുള്ളീൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു വൈൻഡിങ് ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. അത് വൈൻഡിങ് ഇപ്പോൾ തിരിയുന്നില്ല, അങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ടാവും. ബാറ്ററി കണക്ഷൻ, വാഹനത്തിൻ്റെ ബാറ്ററി കണക്ഷൻ, എ സിൻ്റെ സ്വിച്ച് ഉണ്ട്. എ സി ഓൺ ആക്കുമ്പോൾ ആ സ്വിച്ചിൻ്റെ ഉള്ളിൽ കൂടെ സീരീസ് ആയിട്ട് തെർമോസ്റ്റാറ്റ് വഴി ബ്ലോവറിൻ്റെ ഫാൻ ബ്ലോവർ മോട്ടറുണ്ട്, ഫാൻ തിരിയുന്ന, അതിൻ്റെ സ്വിച്ച് കൂടെ സീരീസ് ആയിട്ട് നേരെ ഈ കോയിലേക്ക് എന്തായിട്ടുണ്ടാവും, കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ എ സിയുടെ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ആ ബാറ്ററി കണക്ഷൻ നേരെ ഇവിടെ വന്നിട്ട് ഈ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പുള്ളീൻ്റെ ഉള്ളിലുള്ള ആ ഇലക്ട്രോ മാഗ്നറ്റിക് കോയിലേക്ക് സപ്ലൈ കൊടുക്കും. സപ്ലൈ കൊടുക്കുമ്പോൾ ആ റൗണ്ടിലുള്ള കോയിൽ എന്താവും, മാഗ്നറ്റ് ആവും, അല്ലെങ്കിൽ കാന്തിക ശക്തി ഉണ്ടാവും. ആ കാന്തിക ശക്തി ഉണ്ടാകുമ്പോൾ ഈ പുള്ളിങ്ങ് ഫുൾ ടൈം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. കാന്തിക ശക്തി ഉണ്ടാകുന്ന സമയത്ത് ഈ ക്ലച്ച് പ്ലേ എന്ന സാധനം ചെയ്യുന്നുണ്ട്. ക്ലച്ച് പ്ലേ തൊട്ടിട്ട് ഈ പുള്ളിനോട് തൊട്ട് കറന്നിട്ടുണ്ടാവും. അങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും, ഗ്യാപ്പിട്ട് വരച്ച് മാത്രമാണ് തൊട്ടിലാണെങ്കിൽ ഉണ്ടാവും. ഈ ക്ലച്ച് പ്ലേറ്റ് ഈ ഷാഫ്റ്റിൻ്റെ മുകളിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഷാഫ്റ്റിൻ്റെ മുകളിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്നാൽ ഈ പുള്ളിയോ ഈ ഷാഫ്റ്റിൻ്റെ മുകളിൽ ആ ബെയറിങ്ങിലാണെന്ത്, ഫ്രീ ആയിട്ട് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇതിന് കോയിലിലേക്ക് സപ്ലൈ കൊടുക്കുമ്പോൾ കോയിൽ കാന്താവും. കാന്തായ ഉടനെ ഈ ക്ലച്ച് പ്ലേറ്റ് ഉണ്ടാക്കും, ഈ പുള്ളീൻ്റെ മുകളിലേക്ക് എന്താക്കും, ഒറ്റപ്പെടുത്താക്കി തന്നെ പിടിക്കും. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ പുള്ളിയായിട്ട് ഈ ക്ലച്ച് പ്ലേറ്റിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ക്ലച്ച് പ്ലേറ്റ് പിടിപ്പിച്ച ഈ ഷാഫ്റ്റ് എന്താന്ന് തുടങ്ങും, ഈ പുള്ളീൻ്റെ കൂടെ ഒന്നിച്ച് എന്താന്ന് തുടങ്ങും, തിരിയാൻ തുടങ്ങും. അപ്പാണ് കമ്പസർ എന്താന്ന് തുടങ്ങുക. ഇതിന് ഷാഫ്റ്റ് തിരിയുമ്പോഴാണ്, ക്ലച്ച് പ്ലേറ്റ് പിടിക്കുമ്പോഴാണ് കമ്പസറിൻ്റെ ഷാഫ്റ്റ് ഉണ്ടാവുക. കാരണം ക്ലച്ച് പ്ലേറ്റ് ഈ ഷാഫ്റ്റിൻ്റെ മുകളിൽ ഉറപ്പിച്ചാണ്. മനസ്സിലായോ? പുള്ളി ഈ ഷാഫ്റ്റിൻ്റെ മുകളിലുള്ള ബെയറിങ്ങിലാണ് ഫ്രീ ആയിട്ട് തിരിഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ക്ലച്ച് പ്ലേറ്റ് ഈ ഷാഫ്റ്റിൻ്റെ മുകളിൽ ഉറപ്പിച്ചാണ്. ഈ ക്ലച്ച് പ്ലേറ്റ് തന്നെ പിടിക്കുമ്പോൾ ഷാഫ്റ്റ് എന്താന്ന് തുടങ്ങും, ക്ലച്ച് പ്ലേറ്റും ഷാഫ്റ്റും ഈ പുള്ളി മൊത്തം എന്താവും, തിരിയാൻ തുടങ്ങും. അപ്പം മാത്രം ഈ ഷാഫ്റ്റ് തിരിയുമ്പോഴാണ് കമ്പസർ എന്താന്ന് തുടങ്ങുക, പ്രവർത്തിക്കാൻ തുടങ്ങും. കമ്പസർ പ്രവർത്തിക്കാൻ നമ്മൾ സാധാരണ പ്രവർത്തനം, കമ്പസർ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ഗ്യാസ് നേരെ ഡിസ്ചാർജ് ലൈൻ വഴി ഉണ്ടാവും, നേരെ വാഹനത്തിൻ്റെ ഫ്രണ്ടിലുള്ള ആ റേഡിയേറ്ററിൻ്റെ സൈഡിൽ ഈ സാധനം ഉണ്ടാവും. ഫാൻ ഫോഴ്സ്ഡ് എയർ കൂൾഡ് കണ്ടൻസർ. ഫാൻ ഫോഴ്സ്ഡ് എയർ കൂൾഡ് കണ്ടൻസർ ഈ സാധനം റിസീവർ സാധനം ഉണ്ട്. ഇതിൻ്റെ ഈ സൈഡിൽ ഞാൻ കാണാൻ വേണ്ടി പുറത്തേക്ക് വെച്ചാൽ ഇതിൻ്റെ ബാക്കിലായിട്ടാണ് ഉണ്ടാവുക ഈ ഒരു ഫ്ലാസ്ക് പോലെ സാധനം, അലുമിനിയത്തിൻ്റെ ഫ്ലാസ്ക് പോലെ സാധനം കാണും. ഫാൻ ഫോഴ്സ്ഡ് എയർ കൂൾഡ് കണ്ടൻസർ ചൂടൊക്കെ പുറത്തേക്ക് തള്ളും. കണ്ടൻസേഷൻ നടന്ന ദ്രാവകം നേരെ എന്താവും, ഈ റിസീവറിലേക്ക് ഉണ്ടാവും, ഈ ഫ്ലാസ്ക് പുറത്തേക്ക് വന്നറിയും. ഇതിൽ ഫുള്ള് ദ്രാവകം, ഇവിടുത്തെ കണ്ടൻസേഷൻ നടന്ന ദ്രാവകം മുഴുവൻ എന്താവും, ഇതിലേക്ക് വന്നെന്നറിയും. പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന ലൈൻ ഉണ്ട്. ഈ ലൈൻ ശരിക്കും ഇത് പുറത്താണ് കാണുക. ഈ ലൈൻ ശരിക്കും ഇതിൻ്റെ അടിയിൽ നിന്ന് എന്താകുക, ഇതിൻ്റെ അടിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ അരിപ്പയുണ്ടാവും, ദ്രാവകം എന്തായിട്ടുണ്ടാവും, ഇതിലേക്ക് വന്ന് നിറഞ്ഞിട്ടുണ്ടാവും. ഇതിൽ ഫുള്ള് ദ്രാവകമായിരിക്കും.
അപ്പോൾ ഇവിടുന്ന് പോകുന്ന ലൈൻ, ഈ ലൈനിൽ കൂടെ എന്ത് ചെയ്യുക, ദ്രാവകം മാത്രമേ, അതാണ് ഇതിന് ലിക്വിഡ് ലൈൻ എഴുതാൻ കാരണം. എന്താണ് ലിക്വിഡ് ലൈൻ? ഇവിടുന്ന് ടാങ്കിന്റെ ഇതിന് അടിയിൽ നിന്നാണ് ഈ പൈപ്പ് പോകുന്നത്. അതുകൊണ്ട് ഈ ലൈനിൽ കൂടെ വരുന്ന ദ്രാവകം മാത്രമാണ് വരിക. ഈ ലിക്വിഡ് ലൈനിൽ കൂടെ നേരെ ഈ പ്രഷർ വാൾവ് കൂടെ ദ്രാവക റഫിന്റെ നേരെ അവിടേക്ക് വരും. ഇവിടേക്ക് ഇത് ബോണറ്റിന്റെ ഉള്ളിലേക്ക് ഞാൻ പറഞ്ഞു, ബോണറ്റിന്റെ അല്ല സോറി നമ്മളെ വാഹനത്തിന്റെ ഉള്ളിലേക്കാണ് പോവുക. ബോണറ്റിന്റെ ഉള്ളിൽ നിന്ന് നമ്മളെ വണ്ടീൻ്റെ ഇതൊക്കെ ഇല്ലേ, ഡാഷ്ബോർഡ്, ഡ്രൈവിംഗ് സ്റ്റിയറിംഗിന്റെ അടിയിലുള്ള ഡാഷ്ബോർഡിന്റെ അടിയിലേക്കാണ് എന്ത് ചെയ്യുക, ഒരു ഹൗസിംഗിലേക്കാണ് എന്ത് ചെയ്യുക, ഇവാപറേറ്റർ ഉണ്ടാവും. തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ, ഇതുവരെ ദ്രാവകം വരും. തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവ് എന്താവും, ദ്രാവകം ഒരു സ്പ്രേ ആവും, ഇവാപറേറ്ററൊക്കെ എന്താവും, ബാഷ്പീകരിക്കും, ഇവിടെ കൂളിംഗ് ഉണ്ടാവും. ഇതുവരെ ദ്രാവകമാണ് വരുന്നത്. ദ്രാവകം തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവ് വരെ ദ്രാവകം വരും. ദ്രാവകം ഇവിടെ നിന്നുണ്ടാവും, എക്സ്പാൻഡ് ചെയ്യും, ബാഷ്പീകരിക്കും, ഇവിടെ കൂളിംഗ് ഉണ്ടാവും. ബാഷ്പീകരിച്ച് മർദ്ദവും ഊഷ്മാവും കുറഞ്ഞ വാഹനത്തിന് സെക്ഷൻ ലൈൻ വഴി കമ്പസ് ഉണ്ടാവും, തിരിച്ചുണ്ടാവും, വലിച്ചെടുക്കും. പിന്നെയും കമ്പസ് ചെയ്യും. ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ അതിൽ കൂടെ വിടും. ഇവിടെ കണ്ടൻസേഷൻ നിന്ന് ദ്രാവകം റിസീവറിലേക്ക് വരും. ഇവിടുന്ന് ദ്രാവക റഫിൻ്റെ നേരെ ലിക്വിഡ് ലൈൻ കൂടെ നേരെ ഉണ്ടാവും. തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവാണ് റെഫ്രിജറന്റ് കൺട്രോൾ. ഇതിൽ കൂടെ എന്താവും, ഇവാപറേറ്ററിലേക്ക് സ്പ്രേ ചെയ്യും, കൂളിംഗ് ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം. ബ്ലോവർ എന്താക്കും, കമ്പസർ ഓൺ ആണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, ബ്ലോവറും ഓണാവും. തണുത്ത കാറ്റ് എയർ ഉണ്ടാവും റൂമിലത്തെ എയർ വലിച്ചെടുക്കുക, തണുത്ത എയർ എന്ത് ചെയ്യുക, റൂമിലേക്ക് ഇങ്ങനെ സർക്കിൾ ഇട്ടുകൊണ്ടിരിക്കും, കൂളിംഗ് ആവും. ആവശ്യമുള്ള കൂളിംഗ് എത്തിയാൽ തെർമോസ്റ്റാറ്റ് എന്താക്കും, തെർമോസ്റ്റാറ്റ് ചെറിയ കൂളിംഗ് ആണെങ്കിൽ തെർമോസ്റ്റാറ്റ് കട്ടാവും. തെർമോസ്റ്റാറ്റ് കട്ടാവുമ്പോൾ ആ AC-യുടെ സ്വിച്ചിൽ നിന്ന് ബാറ്ററി ലൈൻ നേരെ ഈ കോയിലേക്കാണ് വരിക. ആ കോയിലേക്കുള്ള ലൈൻ എന്താവും, തെർമോസ്റ്റാറ്റ് കട്ടാകുമ്പോൾ ഈ കോയിലേക്കുള്ള ബാറ്ററി കണക്ഷൻ കട്ടാവും. ഈ ക്ലച്ച് പ്ലേറ്റ് ഉണ്ടാവും, വിട്ടും. പിന്നെ ഈ പുള്ളി മാത്രം ഫ്രീ ആയിട്ട് ഉണ്ടാവും, തിരിയും. പിന്നെയും ചൂട് വിടുമ്പോൾ തെർമോസ്റ്റാറ്റ് ഓണാവും. ഈ കോയിലേക്ക് തെർമോസ്റ്റാറ്റ് ഓണാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കോയിലേക്ക് സപ്ലൈ ചെല്ലും. ക്ലച്ച് പ്ലേറ്റ് എന്താക്കും, പിന്നെയും പിടിക്കും, കമ്പസർ എന്താവും, വർക്ക് ചെയ്തുകൊണ്ട്. ഇങ്ങനെയാണിത് ഒരു ഓട്ടോമൊബൈൽ AC-ൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഗ്യാസ് ചാർജ് ചെയ്യുക, പ്രഷർ ചെക്ക് ചെയ്യാനൊക്കെയാണ് എന്ത് ചെയ്യുക, ഹൈ സൈഡിലും ഈ ഡിസ്ചാർജ് ലൈനിൽ ഹൈ സൈഡിലും ഇവിടെ ക്യാപ്പിട്ടുണ്ട്, H എഴുതിയിട്ടുണ്ട്. ലോ സൈഡിലും ഇതൊരു ക്യാപ്പിട്ടുണ്ട്, പ്ലാസ്റ്റിക് മൂടി പോലത്തെ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് പോയി കഴിഞ്ഞാൽ ഇതിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യുക, ഗ്യാസ് ചാർജ് ചെയ്യാം. ചില കമ്പസറിൽ ഈ കമ്പസറിൻ്റെ മുകളിൽ തന്നെ എന്ത് ചെയ്യുക, ഡിസ്ചാർജും സക്ഷനും വാൾവുണ്ട്. സ്ക്രാഡർ ടൈപ്പ് വാൾവ് എന്ന് പറയുക, പിന്നുള്ള വാൾവ്, നമ്മളെ സൈക്കിളിൻ്റെ ഒക്കെ വാൾ ട്യൂബില്ലേ, അതായത് സ്ക്രാഡർ ടൈപ്പ് വാൾവ് എന്ന് പറയുക. ആ പിന്നെ അമർത്തിയ സാധനം ഓട്ടോമാറ്റിക് ഓപ്പൺ ആവും. ഇതിൻ്റെ ക്യാപ്പിട്ട് വെച്ചിട്ടുണ്ടാവും. എല്ലാ കമ്പസറിലും ചെറുതിലുണ്ടാവും. അപ്പം ഇതിപ്പോൾ കമ്പസറൊക്കെ ചിലപ്പോൾ ചില വണ്ടീൻ്റെ ഒക്കെ അടിയിലേക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനാണ് എന്ത് സൗകര്യത്തിനാണ് എന്ത് ചെയ്യുക, ഈ പുറത്തേക്കുള്ള ലൈനിൽ സക്ഷൻ ലൈനിലും ഡിസ്ചാർജ് ലൈനിലും ഇവിടെ രണ്ട് പിൻവാൾവ് ഉണ്ടാവും. ഈ ക്യാപ്പ് തുറന്നാൽ നമുക്ക് ഡിസ്ചാർജ് പ്രഷർ നോക്കണമെങ്കിൽ ഇതിൽ വാൾവ് ടൈറ്റ് ആക്കിയാൽ മതി. സെക്ഷനിൽ കൂടെ ഗ്യാസ് ചാർജ് ഈ കവർ ഈ ക്യാപ്പ് ഊരുക, ആ പിന്നിലേക്ക് എന്താ കുത്തി കഴിഞ്ഞാൽ അതുകൂടെ എന്ത് ചെയ്യുക, ഗ്യാസ് ചാർജ് ചെയ്യുക. ഇതാണ് ഒരു ഓട്ടോമൊബൈൽസിൻ്റെ പ്രവർത്തനം. പിന്നെ ഇവിടെ സക്ഷൻ പ്രഷർ റെഗുലേറ്റിംഗ് ഒരു വാൾവാണ്, സക്ഷൻ ലൈനിലേക്ക് വരുന്ന വഴി. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ സിസ്റ്റത്തിൽ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് കമ്പസറിൻ്റെ സ്പീഡ് എന്താവും, വ്യത്യാസപ്പെടും. വണ്ടി നല്ല സ്പീഡ് പോകുമ്പോൾ പുള്ളി ഭയങ്കര സ്പീഡ് തിരിയും, കമ്പസർ ഓവർ വർക്കിംഗ് ആവും. ഓവർ വർക്കിംഗ് സക്ഷൻ പ്രഷർ കുറഞ്ഞിട്ട് ഈ ഇവാപറേറ്ററിൽ ഭയങ്കര കൂളിംഗ് കൂടിയിട്ട് ഐസ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. വണ്ടി സ്പീഡ് കൂടുമ്പോൾ എന്താവും, സക്ഷൻ പ്രഷർ കുറഞ്ഞെന്താവും, ഇവാപറേറ്ററിൽ ഭയങ്കര ഐസ് പിടിക്കും, കൂളിംഗ് കൂടിയിട്ട്. അങ്ങനെ വണ്ടി എത്ര സ്പീഡ് പോയാലും ഈ സക്ഷൻ പ്രഷർ റെഗുലേറ്റിംഗ് വാൾവ് ഇത്ര സ്പീഡ് കഴിഞ്ഞാലും ഈ വാൾവ് ഒരു പ്രത്യേക അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വണ്ടി എത്ര സ്പീഡ് പോയാലും ഒരേ ലെവലിൽ മാത്രമേ സക്ഷൻ ഗ്യാസിന് ഇതിലേക്ക് ഉണ്ടാവുള്ളൂ. കടത്തിപ്പ് എത്ര സ്പീഡ് തിരിഞ്ഞാലും ഈ വാൾവ് സക്ഷൻ ഗ്യാസ് ഒരു 29-31 പ്രഷറിൽ മാത്രം ഓപ്പൺ ആവാൻ രീതിയിൽ എന്ത് ചെയ്യും, ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ വണ്ടി എത്ര സ്പീഡ് പോയാലും ഒരേ രീതിയിൽ മാത്രമേ സക്ഷൻ ഗ്യാസ് ഉണ്ടാവും, കമ്പസറിലേക്ക് വരുള്ളൂ. അതുകൊണ്ട് ഓവർ കൂളിംഗ് ഇവിടെ എന്തിനും വരില്ല. ഓവർ കൂളിംഗ് ശരിക്കും ഈ വാൾവ് ഇല്ലെങ്കിൽ വണ്ടി സ്പീഡ് പോകുമ്പോൾ ഓവർ കൂളിംഗ് ആയിട്ട് ഇതിൻ്റെ മുകളിൽ ഫിൻസിൻ്റെ മുകളിൽ ഉണ്ടാവും, ഐസ് പിടിച്ചിട്ട് ഫിൻസൊക്കെ ബ്ലോക്ക് ആവും, കൂളിംഗ് കുറയും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഒരേ ലെവലിൽ പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് സക്ഷൻ പ്രഷർ റെഗുലേറ്റിംഗ് വാൾവ്. വണ്ടി എത്ര സ്പീഡ് പോയാലും ഈ വാൾവ് ആവശ്യത്തിന് മാത്രം അനുസരിച്ച് എന്ത് സക്ഷൻ കൂടെ എന്താവും, കമ്പസറിലേക്ക് എന്താവുള്ളൂ, ഗ്യാസിനെ കടത്തി വിടുള്ളൂ. മനസ്സിലായോ? ഇതിൻ്റെ ടെമ്പറേച്ചർ സക്ഷൻ പ്രഷർ 0 ഡിഗ്രിക്ക് മേലേക്ക് ആക്കുക. അപ്പോൾ ഐസ് പിടിക്കാത്ത ആക്കുക. അതാണ് എന്തിനു വയ്ക്കുന്നത്, ഐസ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പിടിക്കുന്നത്, ഇവാപറേറ്ററിൽ ഐസ് പിടിക്കാതിരിക്കാനാണ് സക്ഷൻ പ്രഷർ റെഗുലേറ്റിംഗ് വാൾവ് സക്ഷൻ ലൈനിൽ പിടിക്കുന്നത്. പിന്നെ ഇവിടെ ലിക്വിഡ് ലൈനിൽ ഒരു പ്രഷർ വാൾവ് ഉണ്ട്, ഹൈ പ്രഷർ വാൾവ്. ഇത് നമ്മളെ ബാറ്ററി കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അതിലേക്ക്. എന്തെങ്കിലും കാരണം ഈ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവൊക്കെ ബ്ലോക്കായി വെച്ചാൽ
ഒക്കെ ഇങ്ങോട്ട് ഗ്യാസ് റെഫ്രിജറന്റ് ഇങ്ങോട്ട് പോകില്ല. ഇങ്ങോട്ട് പോയില്ലെങ്കിൽ പ്രഷർ കൂടിയിട്ട് ഈ വാൾവ് എന്താകും, ഇതിനുള്ളത് ബാറ്ററി കണക്ഷൻ നേരെ ഈ ക്ലച്ച് പ്ലേറ്റിലേക്കുള്ള ലൈനിൽ സീരീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടോ. ഇവിടെ എന്തെങ്കിലും പ്രഷർ കണ്ടമാനം കൂടുകയാണെങ്കിൽ ഗ്യാസ് ഇങ്ങോട്ട് പോകുന്നില്ലെങ്കിൽ ഇവിടെ നിന്നുള്ള കണക്ഷൻ എന്താക്കും, ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ എന്താക്കും, കട്ടാക്കും. കട്ടാക്കി കഴിഞ്ഞാൽ ക്ലച്ച് പ്ലേറ്റ് എന്താവും, വിടും. അപ്പോൾ കമ്പസർ എന്താക്കും, ഓട്ടോമാറ്റിക് എന്താവും, ഓഫാക്കും. അതിനാണ് ഈ പ്രഷർ വാൾവ്. ഇത് ഇലക്ട്രിക് കണക്ഷൻ ഇതിലേക്ക് വന്നിട്ടുണ്ടാവും. എന്തെങ്കിലും പ്രഷർ കൂടുകയാണെങ്കിൽ അപ്പോൾ ഈ സാധനം എന്താവും, ഈ ഇതിലേക്കുള്ള ബാറ്ററി കണക്ഷൻ ഓട്ടോമാറ്റിക് എന്താക്കും, ആ സ്വിച്ച് കൂടെ സീരീസ് ആയി വരുന്നുണ്ട്, ആ ലൈൻ എന്താക്കും, ടിക്ക് കട്ടാക്കും. കമ്പസർ എന്താവും, ഓവർ പ്രഷർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പസറിന് അപ്പം കട്ടാക്കും. ഈ ഹൈ പ്രഷർ വാൾവ് ഇതിൽ ബാറ്ററി കണക്ഷൻ ഇതിലേക്ക് വന്നിട്ടുണ്ടാവും. ഈ ബാറ്ററി കണക്ഷൻ കട്ടാകുമ്പോൾ ഈ ബാറ്ററി കണക്ഷൻ നേരെ ഈ കോയിലേക്കുള്ള ലൈൻ ഇതാക്കുകയാണ് ചെയ്യുക, കട്ടാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണിത് ഒരു ഓട്ടോമൊബൈൽ എസിൻ്റെ പ്രവർത്തന രീതി. ഓക്കെ, ഒന്ന് ക്ലാസ് മതി, അടുത്ത് നെക്സ്റ്റ് ക്ലാസ് ആക്കാം. താങ്ക് യു.